Hello everyone, welcome to our new video. So, Assistant Professor in Engineering Colleges. അതിൻ്റെ പരീക്ഷ നടന്നിട്ട് കുറേ കാലമായി. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇൻ്റർവ്യൂ എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് അല്ലേ? യെസ്. സോ ഈ പറയുന്ന തസ്തികയിലേക്കുള്ള ഇൻ്റർവ്യൂ സെപ്റ്റംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ മുഴുവൻ പേരുടെയും ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആവുന്നതാണ്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും സെപ്റ്റംബർ 4-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 9:30 ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അന്ന് നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ KSEB AE, KSEB സബ് എഞ്ചിനീയർ തുടങ്ങി നിരവധി ഇൻ്റർവ്യൂസ് അന്നത്തെ ദിവസം നടക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള 721/2021 എന്നുള്ള 724 അല്ലേ? 724/2021 എന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ 15 പേരുടെ ഇൻ്റർവ്യൂ രാവിലെ നടക്കും. ദെൻ അതിനുശേഷം ആഫ്റ്റർനൂൺ സെഷൻ, അന്നത്തെ ദിവസം തന്നെ ആഫ്റ്റർനൂൺ സെഷനിൽ 10 പേരുടെ ഇൻ്റർവ്യൂ നടക്കും. ആഫ്റ്റർനൂൺ ആവാൻ വേണ്ടി കാത്തു നിൽക്കില്ല കേട്ടോ. ഫസ്റ്റ് ബാച്ച് ഓഫ് ഇൻ്റർവ്യൂവിൻ്റെ ആൾക്കാർ ഇറങ്ങിയാൽ തന്നെ അവരൊരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത ഇൻ്റർവ്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ 4-ാം തീയതി ടോട്ടൽ 25 പേർക്കാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ഇനി നെക്സ്റ്റ് 5-ാം തീയതി രാവിലെ 9:30 15 പേര്. ദെൻ അന്നത്തെ ദിവസം തന്നെ ആഫ്റ്റർനൂണിന് തന്നെ ഉണ്ടാവും 10 പേര്. ദെൻ അടുത്ത ഇൻ്റർവ്യൂ എപ്പോഴാണ് വരുന്നത്? 6-ാം തീയതി ഉണ്ട്. 6-ാം തീയതി രാവിലെയും ഉച്ചക്കും ആയിട്ട് 25 പേര്. ദെൻ അതിനുശേഷം 11-ാം തീയതിയാണ് കേട്ടോ ഇൻ്റർവ്യൂ ഉള്ളത്. 11-ാം തീയതി എനിക്ക് തോന്നുന്നു അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനില്ല. പിന്നെ 25-ാം തീയതിയാണ് നമുക്ക് ഇൻ്റർവ്യൂ വരുന്നത്. 25-ാം തീയതി 15 പേർക്ക് രാവിലെ ഇൻ്റർവ്യൂ. ദെൻ ആഫ്റ്റർനൂണ് 10 പേർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. അതിനുശേഷം 26-ാം തീയതി 15 പേർക്ക്. ദെൻ ആഫ്റ്റർനൂൺ 10 പേർക്ക് 26-ാം തീയതി. അതിനുശേഷം വരുന്നത് 27-ാം തീയതി 15 പേർക്ക് രാവിലെ. ദെൻ ആഫ്റ്റർനൂൺ സെഷൻ വരുന്നത് 6 പേർക്ക്. ആ 6 പേരുടെ ഇൻ്റർവ്യൂ കൂടി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ആ ലിസ്റ്റിലെ മുഴുവൻ ആളുടെയും ഇൻ്റർവ്യൂ പൂർത്തിയാവുന്നതാണ്. നമുക്കറിയാം വളരെ ചെറിയൊരു ലിസ്റ്റാണ് അല്ലേ? ആ ചെറിയൊരു ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളുടെയും ഇൻ്റർവ്യൂ സെപ്റ്റംബർ മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആകെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ 58 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 82 പേര്, ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 6 പേര് തുടങ്ങി 146 പേരാണ് ടോട്ടൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ. അപ്പോൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പ്രൊഫൈലിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ മെസ്സേജ് വരും. ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ മെമ്മോൻ്റെ കൂടെ ഒരു ബയോഡാറ്റ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ ഒരു ബയോഡാറ്റ കൂടി ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. എങ്ങനെയാണ് ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. KSEB സബ് എഞ്ചിനീയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ മെമ്മോനെ കുറിച്ചും അതേപോലെ ബയോഡാറ്റയെ കുറിച്ചും ഒരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. ദെൻ എങ്ങനെയാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക? ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ റിട്ടൺ എക്സാമിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. അതേപോലെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. അതേപോലെ നിങ്ങളുടെ അഗ്രിഗേറ്റ് മാർക്ക് കൂടി അവർ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മാർക്ക് കൂടി 30ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതുകൂടി അവരിവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ. അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുക. റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ മികച്ച ഒരു ലെവലിലുള്ള ഒരു ഇൻ്റർവ്യൂവിനെ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഇൻ്റർവ്യൂ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. കാരണം പ്രിപ്പറേഷൻ വളരെ മസ്റ്റാണ്. ദെൻ ഇൻ്റർവ്യൂ മെമ്മോ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ബയോഡാറ്റയും ഒക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് റെഡിയായിരിക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.